അതുപോലെ രാജസ്ഥാനിൽ അഫ്രാസിൽ എന്ന് പറയുന്ന ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായിട്ടുള്ള ഒരു യുവാവിന്റെ കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്കൊക്കെ താങ്കൾ എങ്ങനെയായിരുന്നു എത്തിപ്പെട്ടത്? ആ ഒരു വിഷയത്തിലേക്ക് താങ്കളുടെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ അന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. അപ്പൊ ഇത് കേട്ടപ്പോൾ ആരും ചോദിക്കാനില്ല. ഞാൻ നേരത്തെ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ ഈ ഉത്തരേന്ത്യയിലെ ജയിലുകളിൽ അതിക്രൂരമായ പീഡനങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ദ വീക്കിൽ വാർത്ത വന്നിരുന്നു. അന്ന് ഞാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുത്തിട്ടാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഉത്തരേന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലുള്ള ജമ്മു കാശ്മീർ, ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന ഈ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഈ ജയിലുകളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തിയത് ഞാൻ നേരത്തെ കേസ് കൊടുത്തിട്ടാണ്. പിന്നീടാണ് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിരന്തരമായി വരുന്നത്. അതിൽ പഹ്ലു ഖാൻ, ഈ റക്ബർ ഖാൻ്റെ ഒക്കെ വീട്ടിൽ അത് ഈ വാർത്ത വായിക്കുമ്പോൾ എന്ന് വെച്ചാൽ റക്ബർ ഖാൻ്റെ കൊച്ചുകുട്ടിയുണ്ട്. അതേപോലെ ഈ തബ്രേസ് അൻസാരി, അത് ജാർഖണ്ഡിലാണ്. എനിക്ക് വലിയ ഭീഷണി നേരിട്ടൊരു സമയം. രാത്രി പോയപ്പോൾ എൻ്റെ വാഹനം തടഞ്ഞു വെച്ചു. അവസാനം വളരെ എൻ്റെ കൂടെയുള്ള ആളുകൾ കയ്യും കാലും പിടിച്ചിട്ട് അവരെ മാറ്റി നിർത്തിയിട്ടാണ് വണ്ടി പോയത്. അങ്ങനെയാണ് തബ്രേസ് അൻസാരിയുടെ സരൈക്കലൻ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ 4 മാസം ഗർഭിണിയാക്കി. ഇതൊക്കെ തന്നെ വല്ലാതെ വേദനിപ്പിച്ച സംഭവങ്ങളാണ്. അതുപോലെ ഈ ബുലാദ് ഷഹറിൽ സുബോധ് കുമാർ സിംഗ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ, അപ്പോൾ ഇദ്ദേഹം അഖിലാഖിൻ്റെ കൊലപാതകത്തിൽ ബീഫ് അല്ല ആട്ടിറച്ചിയാണ് എന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചതിൻ്റെ ഒറ്റ വൈരാഗ്യത്തിനാണ് അദ്ദേഹത്തെ തല്ലിക്കൊന്നത്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്നത്. അങ്ങനെയാണ് ഞാൻ സുബോധ് കുമാർ സിംഗിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നായ ഒരാഴ്ച ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന നായയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കരച്ചിൽ അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ കുടുംബം എനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. അതേപോലെ കേരളത്തിലെ മധുവിൻ്റെ വീട്ടിലും ഞാനാണ് കൂടുതൽ പോയത്. അവരുടെ അമ്മ, അതേപോലെ തന്നെ സഹോദരി, ഇവരൊക്കെ ഞാൻ നല്ല ബന്ധമാണ്. പല പ്രാവശ്യം പോയിട്ടുണ്ട്. എല്ലാ വിഷയവും അതിന് ജാതി മത ആൾക്കൂട്ട കൊലപാതകത്തിന് മതത്തിന്റെ പേരൊന്നുമില്ല. ആരാണ് കൊല്ലുന്നത് അവർക്കെതിരെയാണ്, കൊല്ലപ്പെടുന്നവന്റെ കൂടെയാണ് എനിക്ക്. അതിന് മതമില്ല, രാഷ്ട്രീയമല്ല. അതുപോലെ നമ്മുടെ നാടിന് നടക്കിയ ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം കൊണ്ടുവന്ന് ആംബുലൻസ് അറ്റാക്ക് ചെയ്തൊരു വിഷയം. അതിൽ താങ്കളുടെ ഇടപെടലുകൾ അത്രയും ശക്തമായിരുന്നു, അത്രയും നാടിനെ നടക്കിയ വിഷയം. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് പേപ്പറിൽ വന്നു. അത് നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം അത് ഫറൂഖിൽ നിന്ന് 3 പീസായി ട്രെയിൻ തട്ടിയിട്ട് അപ്പോൾ ജീർണിക്കാൻ സാധ്യതയുള്ള മൃതശരീരമായിട്ടാണ് ഫഹദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടുന്ന് പോകുന്നത് ആംബുലൻസ്. അപ്പോൾ ജബൽപൂരിൽ എത്തിയപ്പോൾ മധ്യപ്രദേശിൽ വെച്ചിട്ട് ഇതിന് നേരെ വെടിവെപ്പ് നടക്കുകയാണ്. അപ്പോൾ അവനെ നിർത്താതെ ഗ്ലാസ് പോലും മാറ്റാൻ കഴിയാതെ ഓടിയ വാർത്ത വന്നു. ഉടനെ തന്നെ ഞാൻ അവിടെ ഇങ്ങനെ ബന്ധപ്പെട്ടു. അന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ ഓഫീസായിട്ട് ബന്ധപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ PA എനിക്ക് പരിചയമുള്ള ആളുകളാണ്, രാഷ്ട്രീയമായിട്ടല്ല. അപ്പോൾ അവരെ ബന്ധപ്പെട്ടു. അപ്പോൾ ഉടനെ തന്നെ അതിർത്തി തൊട്ടിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലെയും SP മാർക്കും വിവരം കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അപ്പോൾ അത് അവൻ്റെ വിഷയിൽ കൊടുത്തിരുന്നു. അപ്പോൾ അവിടുന്ന് ആ ബോഡി ആ വീട്ടിലെത്തുന്നത് വരെ പോലീസ് എസ്കോർട്ട് കൊടുക്കുകയും ആ വീട്ടിൽ പൂർണ്ണമായും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും എത്തുകയും ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിൽ എത്തിയ സ്ഥലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനം അത് വലിയ രൂപത്തിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് തിരിച്ചുവിട്ടത്. അപ്പോൾ നമ്മുടെ പ്രശ്നം കാണുന്ന സമയത്ത് അതിൽ ഇടപെടുക എന്നുള്ളതാണ്. എത്ര വിജയിക്കുമെന്ന് നമ്മൾ നോക്കിയിട്ടല്ല ഇടപെടുക. പിന്നെ വിജയം അത് ദൈവമാണ് അതിൻ്റെ തീരുമാനം എടുക്കുന്നത്, അത് ഉണ്ടാവാറുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നതുകൊണ്ട് ഈ ഇടപെടലൊക്കെ എവിടെയെങ്കിലും വിജയത്തിലെത്തും. എൻ്റെ ജീവിതത്തിൽ അഭിമാനം അത് തന്നെ. ഇപ്പോൾ കറന്റ് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് LPG ഇഷ്യൂ. ഇപ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ പോയാലും ഭക്ഷണം ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ഇപ്പോൾ വീടുകളിലെ കിച്ചണ് പോലും കൂട്ടേണ്ട ഒരു അവസ്ഥയെ മാറിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഒരു സമയത്ത് ഇത്തരം ഏജൻസികൾ നടത്തിയിട്ടുള്ള കൊള്ളകൾക്കെതിരെ താങ്കൾ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു മേഖലയിലേക്ക് താങ്കളുടെ ശ്രദ്ധ എങ്ങനെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്? എന്താണെന്ന് വെച്ചാൽ അന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഗ്യാസ് കുറ്റി ഓടുന്ന മോഷണം പോയി. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വായ്പ വാങ്ങിയ കുറ്റിയാണ് മോഷണം പോകുന്നത്. അപ്പോൾ അതാണ് സത്യത്തിൽ ഇതിലേക്ക് ഞാൻ ഇടപെടാനും അന്വേഷണം തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ ജില്ലാ കലക്ടർ, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലക് സാർ, അപ്പോൾ അദ്ദേഹം അനുകൂലമായിട്ട് നടപടിയെടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെയും മുകളിൽ കമ്പനികൾ സ്വാധീനം ചെലുത്തിയപ്പോൾ ആ ഉത്തരവുകളൊക്കെ തള്ളിപ്പോയി. അപ്പോഴാണ് ഞാൻ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഈ കമ്പനികളുമായിട്ട് ഒപ്പിട്ടിരിക്കുന്ന കരാറിൽ പറയുന്നത് 15 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഡെലിവറിയാണ്, ഹോം ഡെലിവറി. ഈ 15 കിലോമീറ്റർ ഫ്രീ ഡെലിവറിക്ക് വേണ്ടിയാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. ഹൈക്കോടതി അത് പരിഗണിക്കാൻ പറയുമ്പോൾ സർക്കാർ താൽക്കാലികമായിട്ടാണ് ആദ്യത്തെ ഉത്തരവിറക്കിയത്. അക്കാലത്ത് സിലിണ്ടർ മോഷണം പോകുന്നു, പൈസ തോന്നിയതുപോലെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് സിലിണ്ടർ കിട്ടില്ല, കാരണം ഓൺലൈൻ ഒന്നുമില്ലല്ലോ, ബുക്കിംഗ് ആണ്. അപ്പോൾ വല്ലാത്ത കൊള്ളയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിതിൽ ഇടപെട്ടത്. പക്ഷേ ഇപ്പോഴും ആ ഉത്തരവ് പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് സൗജന്യമായി വീട്ടിലെത്തിക്കണം. കമ്മീഷൻ കമ്പനികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ഗവൺമെൻറ്റിനോട് നടപടിയെടുക്കാൻ പറഞ്ഞു. അന്നത്തെ സിവിൽ സപ്ലൈ സെക്രട്ടറി ജ്യോതിലാൽ സാർ എന്നെ ഒരു ഭാഗത്ത് ഇരുത്തി, എല്ലാ ഓയിൽ കമ്പനികളും മറുഭാഗത്ത് ഇരുന്നു. ആ ചർച്ചയിൽ എൻ്റെ വാദങ്ങൾ അംഗീകരിച്ചു. എല്ലാ കരാറുകളും വിശകലനം ചെയ്തപ്പോൾ ഇത് സൗജന്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഉത്തരവിട്ട് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും സൗജന്യമായി കൊടുക്കണമെന്നാണ്. ഇപ്പോഴും ആ ഉത്തരവ് നിലനിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ഓയിൽ ഏജൻസികളും 15 കിലോമീറ്റർ ചുറ്റളവിലാക്കിയിട്ട് പരിവുണ്ടായിട്ടും സൗജന്യമായിട്ട് ഗ്യാസ് വീട്ടിൽ കൊടുക്കാനുള്ള നടപടിയാണ് വേണ്ടത്. അതിനായിരിക്കണം നമ്മുടെ ശ്രമം. എൻ്റെ അവസാനത്തെ ലക്ഷ്യം അതാണ്. ഒരിക്കൽ കൂടെ ഹൈക്കോടതിയിൽ പോയിട്ട് എൻ്റെ
ഇത് നടപ്പിലാക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പേപ്പറിൽ വായിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. ചോദിക്കാനും പറയാനും ആളില്ല. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വല്ലാതെ തന്നെ ടച്ചിങ് ആയത് ഈ സയ്യദ്പൂരിലെ ഈ അഫ്രാസുൽ, അയാളെ പിക്കാസ് കൊണ്ട് കൊത്തിയിട്ട് ഇങ്ങനെ തീയിട്ട് കത്തിച്ചിട്ട് ജീവനോടെ ചുട്ടു കൊന്നപ്പോൾ അയാൾ കരയുന്ന രംഗം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം. നാട്ടിൻപുറം മുതൽ രാജ്യമുടനീളമുള്ള പ്രവർത്തനങ്ങളിലൂടെ സലീം മടവൂർ എന്ന കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വീട്ടിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. സലീം മടവൂരിന്റെ ജീവിതം അതൊരു വല്ലാത്ത കഥ തന്നെ. സാറിന്റെ ഒരു പേപ്പർ ഇതടുത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിൻപുറം മുതൽ രാജ്യമുടനീളം വരെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹെഡ്ലൈൻ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു വേർഡ്സ് ആയിരുന്നു അത്. ഒരുപാട് സാമൂഹിക പ്രവർത്തകർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ പോലും അവർ നാടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ പലപ്പോഴും യാത്രകൾ ചെയ്തിട്ട് പോലും രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളിലേക്ക് ഇടപെടുന്നില്ല. പക്ഷെ താങ്കൾ എന്തുകൊണ്ടാണ് താങ്കളുടെ നാട്ടിനപ്പുറം മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോയി വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള വിക്ടിംസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാർ എന്താണ് അതിന് സാറിനെ മോട്ടിവേറ്റ് ചെയ്തത്? വളരെ ചെറിയ പ്രായത്തിലെ പൊതുപ്രവർത്തകനാണ്. 8ാം ക്ലാസ് തൊട്ടിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സ്കൂളിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു അധ്യാപകനുമാണ്. നമ്മളെപ്പോഴും ഒരു മനുഷ്യത്വം ടച്ചിങ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഹ്യൂമാനിറ്റി, മനുഷ്യന്മാരോടൊരു സ്നേഹം തോന്നുന്നു, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ആളുകളോട് വല്ലാതെ നമുക്കൊരു എന്താ തോന്നുന്നത്, നമുക്ക് മനസ്സിനൊരു വല്ലാതെ മനസ്സലിവ് തോന്നുന്നൊരു രാഷ്ട്രീയമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എവിടെയും അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂടെ നിൽക്കാനും തോന്നാറുള്ളൂ, വീണ് കിടക്കുന്നവരെ കൈപിടിക്കാനാണ് തോന്നാറ്. സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എത്തുക എന്നുള്ളത് മനസ്സിന് വല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യണോ, നമ്മളിങ്ങനെ നോക്കി നിന്നാൽ പോരാ എന്നുള്ളൊരു ടെൻഡൻസി എപ്പോഴും മനസ്സിലുണ്ടാവാറുണ്ട്. അത് സ്ഥിരം അങ്ങനത്തെയാണ്. അപ്പോൾ ആശുപത്രി കേസായാലും ഇതൊക്കെ തന്നെ അത് ഞാൻ എണ്ണി വെക്കാറില്ല. ആളുകൾ വരുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രി വിളിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും രാത്രി ഉറക്കം പോയില്ല. പക്ഷേ അവനെ സംബന്ധിച്ചുള്ള അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായക സമയത്താണ് നമ്മൾ വിളിക്കുന്നത്. ഞാൻ അവൻ്റെ മനസ്സിലേക്കാണ് നോക്കല്, എൻ്റെ ഉറക്കിലേക്കല്ല നോക്കല്. വിളിക്കുന്ന അപ്പുറത്തുള്ള ആളെ മനസ്സിലേക്കാണ് നോക്കാറ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും